നമസ്കാരം. വിഷുമായ സ്വാമി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം എന്ന് വെച്ചാൽ കർക്കിടക വാവുബലിയെക്കുറിച്ചാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പിതൃക്കൾക്ക് ആത്മശാന്തിക്കായി കേരളത്തിലെ ഹിന്ദുക്കൾ കർക്കിടക മാസത്തിലെ അമാവാസി ദിവസം ആചരിക്കുന്ന ചടങ്ങാണ് കർക്കിടക വാവുബലി എന്ന് പറയുന്നത്. ഈ ദിവസം നദിക്കരകളിലും കടൽക്കരങ്ങളിലും ക്ഷേത്രങ്ങളിലൊക്കെ എത്തിയിട്ട് ഒരുപാട് ആൾക്കാർ പൂർവികർക്ക് ബലിതർപ്പണം ചെയ്യാറുണ്ട്. കർക്കിടക മാസത്തിൽ നടക്കുന്ന ഈ ചടങ്ങിനെ കർക്കിടക വാവുബലി എന്നും വിളിക്കാറുണ്ട്. ഈ വാവുബലി മലയാള മാസത്തിലെ കർക്കിടകത്തിൽ നടക്കുന്നതിനാൽ ആചാരത്തിന് കർക്കിടക വാവുബലി എന്നാണ് ഇതിനെ പറയുന്നത്. എന്നാൽ പിതൃക്കൾ മരണമടഞ്ഞ നക്ഷത്രത്തിലും ബലി അനുഷ്ഠാനങ്ങൾ നടത്താവുന്നതാണ്. എന്നിരുന്നാലും കർക്കിടക മാസത്തിൽ അമാവാസി ദിനത്തിൽ ബലിയിടുന്നത് കൂടുതൽ ശുഭകരവും അതുപോലെ തന്നെ മരണപ്പെട്ടയാളുടെ ആത്മാവിന് മോക്ഷം ലഭിക്കുകയും ചെയ്യുന്നു എന്നാണ് വിശ്വാസം. വാവുബലി അർപ്പിക്കുമ്പോൾ മരിച്ച പൂർവികരുടെ ആത്മാക്കൾ മോക്ഷം പ്രാപിക്കുമെന്നാണ് വിശ്വാസം. എന്നാൽ ഇന്നത്തെ സാഹചര്യത്തിൽ പിതൃതർപ്പണം ചെയ്യാൻ വീട്ടിൽ തന്നെ ഒരുങ്ങാവുന്നതുമാണ്. പുരാണത്തിലെ വിശ്വാസമനുസരിച്ച് മരിച്ച പിതൃക്കളുടെ സാന്നിധ്യം അമാവാസി ദിനത്തിൽ നമ്മുടെ വീട്ടിൽ ഉണ്ടാകും എന്നാണ് പറയുന്നത്. കർക്കിടക വാവ് സമയം ഉച്ചവരെയാണ് ഉള്ളത്. വീട്ടിലിരുന്ന് എങ്ങനെ കർക്കിടക വാവ് ബലി നടത്താം എന്ന് നമുക്ക് നോക്കാവുന്നതാണ്. കർക്കിടക വാവ് ബലിതർപ്പണം ചെയ്യുന്ന വ്യക്തി തലേ ദിവസത്തെ വ്രതം എങ്ങനെയെന്ന് നമുക്ക് നോക്കാവുന്നതാണ്. ഒരിക്കലൂണ് വാവിൻ്റെ തലേ ദിവസം പകൽ ഒരു നേരം മാത്രം അരിയാഹാരം കഴിക്കാവുന്നതാണ്. രാത്രി ഗോതമ്പ് ഭക്ഷണം അല്ലെങ്കിൽ പഴങ്ങളൊക്കെ കഴിക്കാവുന്നതുമാണ്. പൂർണ്ണ സസ്യഭക്ഷണം സവാള, വെളുത്തുള്ളി, മത്സ്യമാംസാദികൾ എന്നിവ വ്രതത്തിന് പൂർണ്ണമായും ഒഴിവാക്കേണ്ടതാണ്. ശരീരവും മനസ്സും ശുദ്ധമായി സൂക്ഷിക്കുകയും ചെയ്യണം. ബ്രഹ്മചര്യം പാലിക്കേണ്ടതുമാണ്. 2026 ഓഗസ്റ്റ് 11 ഈ വ്രതം എടുക്കേണ്ടത്. ഓഗസ്റ്റ് 12 ബുധനാഴ്ച ചെയ്യേണ്ടത്. രാവിലെ ഉണർന്നു കഴിഞ്ഞ് ബലിതർപ്പണം പൂർത്തിയാക്കുന്നവരെ ജലപാനം പോലും കഴിക്കാതെ പൂർണ്ണ ഉപവാസം അനുഷ്ഠിക്കേണ്ടത് ഉത്തമമാണ്. ബലിതർപ്പണത്തിന് ശേഷം പൂജയെല്ലാം കഴിഞ്ഞ് ബലിപിണ്ഡം കാക്കയ്ക്ക് നൽകിയ ശേഷമേ ഉപവാസം അവസാനിപ്പിക്കാൻ പാടുകയുള്ളൂ. വ്രത ദിവസങ്ങളിൽ വീട്ടിൽ എണ്ണ തേച്ച് കുളിക്കാനോ മുടി മുറിക്കാനോ നഖം വെട്ടാനോ പാടില്ല. യാചകർക്കോ പാവപ്പെട്ടവർക്കോ അന്ന് ഭക്ഷണം നൽകുന്നത് പിതൃക്കൾക്ക് മോക്ഷം കിട്ടുമെന്നാണ് വിശ്വാസം. നമ്മൾ സാധാരണയായി ബലിയിടുമ്പോൾ താന്ത്രികൻ ചൊല്ലിത്തരുന്ന മന്ത്രങ്ങൾ ഏറ്റുചൊല്ലിയാണ് നമ്മൾ ബലിയിടാറുള്ളത്. എന്നാൽ വീട്ടിലിരുന്ന് ബലിയിടുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാവുന്നതാണ്. ഇതിനു വേണ്ടി നമ്മൾ ഒരുക്കേണ്ട സാധനങ്ങൾ: ഒരു നാക്കില, 4-5 ദർഭപുല്ല്, നീലവിളക്ക്, തെക്കുവടക്ക് തീയായി വയ്ക്കുക, കിണ്ടിയിൽ വെള്ളം, ചന്ദനം, ചെറുള്ള ഇല, തുളസി, പുഷ്പങ്ങൾ, എള്ള്, പച്ചരി വേവിച്ച് ഉരുള എന്നിവയാണ് ആവശ്യമുള്ള വസ്തുക്കൾ. വീട്ടിൽ കർക്കിടക വാവുബലി ഇടുമ്പോൾ ആദ്യം തന്നെ ഈറനണഞ്ഞ് നമ്മൾ കിണ്ടിയിലെ വെള്ളത്തിലേക്ക് വലത് കൈയിലെ മോതിരവിരൽ തൊട്ട് ജലം പുണ്യനദികളായി മാറാൻ ഈ മന്ത്രം ജപിക്കുക. ഗംഗേച്ച യമുനേ ചൈവ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ജലേസ്മിൻ സന്നിധിം കുരു എന്ന മന്ത്രം ചൊല്ലുക. ഈ മന്ത്രത്തിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഗംഗ, യമുന, ഗോദാവരി, സരസ്വതി, നർമ്മദ, സിന്ധു, കാവേരി എന്നീ പുണ്യനദികൾ ഈ ജലത്തിൽ വന്നു ചേരണമേ എന്നാണ്. അതിനുശേഷം ദർഭപുല്ലിലേക്ക് എള്ളും വെള്ളവും കൂട്ടി പിതൃക്കളെ മനസ്സ് നിറഞ്ഞ് ധ്യാനിച്ച് അർപ്പിക്കുമ്പോൾ ഈ മന്ത്രം ചൊല്ലുക. ആ ബ്രഹ്മസ്തംഭ പര്യന്തം ജഗത്പ്യുത്തു. ഇതിൻ്റെ അർത്ഥം എൻ്റെ മുന്നിൽ ജനിച്ചവരും മരിച്ചവരുമായ പരേതരുമായ എല്ലാ പിതൃക്കളെയും എനിക്ക് അറിവുള്ളവരും അറിയാത്തവരുമായ എല്ലാ ആത്മാക്കൾക്കും ഈ തർപ്പണത്താൽ തൃപ്തി അടയണമേ എന്നാണ് ഈ മന്ത്രത്തിൻ്റെ അർത്ഥം.
തയ്യാറാക്കി വച്ചിരിക്കുന്ന ഉണക്കലരി ചോറ് പിണ്ടം ഉരുട്ടി ദർഭപുല്ലിന് മുകളിലേക്ക് വെക്കുമ്പോൾ ഈ മന്ത്രം കൂടി ചൊല്ലുക. മന്ത്രം: ദേവതാഭ്യാഃ പ്രതിർഭൃത്യ മഹായോഗിഭ്യ ഏവാച നമഃ സ്വാഹായ സോദായ നിത്യമേവ ഭവന്ത്യുത്യതാം. ഇതിൻ്റെ അർത്ഥം: എല്ലാ ദേവന്മാർക്കും പിതൃക്കൾക്കും മഹായോഗികൾക്കും എല്ലാവരെയും ഞാൻ നമസ്കരിക്കുന്നു എന്നാണ്. പൂജയ്ക്ക് മുന്നോടിയായി നിലവിളക്ക് കൊളുത്തുമ്പോൾ ഈ പ്രാർത്ഥന നടത്താം. ശിവം ഭവന്തു കല്യാണം ആരോഗ്യവർദ്ധനം സർവദുഃഖ വിനാശായ ദീപജ്യോതി നമസ്തുതേ. വീടുകളിൽ ഈ മന്ത്രം പൂർണ്ണമായി തെറ്റാതെ ചൊല്ലാൻ ബുദ്ധിമുട്ടവൾക്ക് ഓം പൃഥിഭ്യോ നമഃ എന്ന മന്ത്രം ഭക്തിയോടെ ആവർത്തി ജപിച്ചുകൊണ്ട് എള്ളും ജലവും സമർപ്പിക്കാവുന്നതുമാണ്. സ്നാനം കഴിഞ്ഞ് കിണ്ടിയിൽ നിന്ന് 3 പ്രാവശ്യം വെള്ളം എലിയുടെ മധ്യത്തിൽ ഒഴിച്ചു കൊടുക്കേണ്ടതാണ്. വെള്ളം ഒഴിക്കുമ്പോൾ ചൂണ്ടുവിരലിനും നടുവിരലിനും ഇടയിലാണെങ്കിൽ അത് ഉത്തമമെന്നാണ് പറയുന്നത്. ഇതിനെ പിതൃതീർത്ഥം എന്നാണ് പറയുന്നത്. 3 പ്രാവശ്യം ചെയ്തതിനു ശേഷം പുഷ്പവും ചന്ദനവും വെച്ച് ആരാധിക്കുക. അതിനുശേഷം പിണ്ടം കയ്യിലെടുത്ത് അതിൽ എണ്ണ നല്ലതുപോലെ ചേർക്കുക. പിന്നീട് പിണ്ടം കയ്യിലെടുത്ത് പിതൃക്കളെ നല്ലതുപോലെ സ്മരിക്കുകയും ചെയ്യുക. നല്ലതുപോലെ പ്രാർത്ഥിച്ചതിന് ശേഷം പിണ്ടം എലിയിലേക്ക് സമർപ്പിക്കുക. പിണ്ടം സമർപ്പിച്ചതിന് ശേഷം 3 പ്രാവശ്യം കിണ്ടിയിൽ വെള്ളം സമർപ്പിക്കുക. അതിനുശേഷം 3 തവണ ചന്ദനം വെള്ളം തൊട്ട് സമർപ്പിക്കുക. 3 പ്രാവശ്യം പുഷ്പം തൊട്ട് സമർപ്പിക്കുക. ഇത് കഴിഞ്ഞ് കുറച്ച് എള്ളു ചേർത്ത് 3 പ്രാവശ്യം വെള്ളം ചേർത്ത് പിണ്ടത്തിന് മുകളിലേക്ക് ഒഴിക്കുക. ശേഷം ഒന്നുകൂടി തൊഴുത് പ്രാർത്ഥിക്കുകയും വേണം. ബലിപീഠം സ്വീകരിക്കണമേ എന്ന് വേണം നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്. പിന്നീട് പതുക്കെ എണീറ്റ് പിണ്ടത്തിനെയും നിലവിളക്കിനെയും 3 പ്രാവശ്യം വലം വെച്ച് തെക്കോട്ട് നമസ്കരിക്കുക. അതിനുശേഷം അവിടെ തന്നെ ഇരുന്ന പുഷ്പം 2 കൈയിലും എടുത്ത് പ്രാർത്ഥിച്ച് ആ പുഷ്പം മുകളിലേക്ക് ഇടുക. ശേഷം പിണ്ടവും ഇലിയും എല്ലാം എടുത്ത് പുറത്ത് വെച്ച് കൈകൊട്ടി കാക്കയെ വിളിക്കുക. അല്ലെങ്കിൽ ജലാശയങ്ങൾ ഒഴുക്കുകയും ചെയ്യാവുന്നതാണ്. വൃത്തിയുള്ള ശുദ്ധിയുള്ള സ്ഥലത്താണ് പിണ്ടം നിമജ്ജനം ചെയ്യേണ്ടത് എന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. തലേ ദിവസം ഒരിക്കൽ എടുത്ത് ബലി ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമമെന്നും പറയുന്നു. കർക്കിടക വാവ് ദിവസം ബലിതർപ്പണത്തിനു ശേഷം വീടുകളിൽ പിതൃക്കൾക്കായി പ്രത്യേകം ഭക്ഷണം വിളമ്പി സമർപ്പിക്കുന്ന ചടങ്ങാണ് വെച്ചുകൊടുക്കൽ എന്ന് പറയുന്നത്. ബലിയിട്ടതിന് ശേഷം മൺമറഞ്ഞ പൂർവികരെ സങ്കല്പിച്ച് വീട്ടിലെ പ്രധാന മുറികളിലാണ് ഇത് ചെയ്യുന്നത്. നമ്മളുടെ വീടിൻ്റെ വടക്ക് വശത്തോ അല്ലെങ്കിൽ പൂജാമുറിയിലോ അല്ലെങ്കിൽ തറ വൃത്തിയായി കിഴക്കോട്ടോ അല്ലെങ്കിൽ തെക്കോട്ടോ അഭിമുഖമായി ഇല വയ്ക്കുക. തെക്കോട്ട് വയ്ക്കുന്നതാണ് പിതൃക്കൾക്ക് ഏറ്റവും ഉത്തമം. നിലവിളക്ക് കൊളുത്തി വയ്ക്കുക. കരിക്ക് അല്ലെങ്കിൽ ഇളനീർ, കിണ്ടിയിൽ ശുദ്ധജലം എന്നിവ ഇലയ്ക്ക് സമീപം വയ്ക്കുക. പിതൃക്കൾ ജീവിച്ചിരുന്നപ്പോൾ ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ വയ്ക്കാമെങ്കിലും പൊതുവെ സസ്യഭക്ഷണമാണ് തയ്യാറാക്കേണ്ടത്. പുഴക്കലരി ചോറ്, വഴുതനങ്ങ മെഴുക്ക് പുരട്ടി അല്ലെങ്കിൽ കറി കർക്കിടക വാവിന് നിർബന്ധമായി കരുതുന്നു. ചേന, കായ, മത്തങ്ങ എന്നിവ ചേർത്ത കൂട്ടുകറി, നെയ്യ്, പരിപ്പ്, പായസം. വൃത്തിയുള്ള ഇല വയ്ക്കുക. തയ്യാറാക്കിയ വിഭവങ്ങളെല്ലാം ഇലയിൽ വിളമ്പുക. നമ്മുടെ വീട്ടിലെ മുതിർന്ന വ്യക്തി കുടുംബാംഗങ്ങൾക്കൊപ്പം ഇരുന്ന് കൈകൾ കൂപ്പി പിതൃക്കളെ മനസ്സിൽ ധ്യാനിക്കുക. ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് മൺമറഞ്ഞു പോയ എല്ലാ പൂർവികരും ഇത് സ്വീകരിക്കണമേ, അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. ഇലയ്ക്ക് ചുറ്റും 3 തവണ ജലം തെളിച്ച് സമർപ്പിക്കുക. അതിനുശേഷം പിതൃക്കൾക്ക് ഭക്ഷണം കഴിക്കാനായി കുറച്ച് സമയം ആ മുറി അടച്ചിടുകയോ അല്ലെങ്കിൽ അങ്ങോട്ട് പോവാതിരിക്കുകയോ ചെയ്യുക. ഏകദേശം 10-15 മിനിറ്റ് മാറിയിരിക്കുക. ഈ പൂജിച്ച ഭക്ഷണം പിന്നീട് കുടുംബാംഗങ്ങൾ എല്ലാവരും ചേർന്ന് പ്രസാദമായി കഴിക്കുകയും ചെയ്യണം. ഇത് പുറത്തു നിന്നുള്ളവർക്ക് നൽകരുത്. ഈ ഭക്ഷണം ബാക്കി വരുന്ന ഭക്ഷണം കളയാതെ നോക്കുകയും ചെയ്യേണ്ടതാണ്.
ഇതിൽ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ എന്ന് പറയുന്നത് രാവിലെ കുളിച്ച് ബലിതർപ്പണം കഴിഞ്ഞ് പിണ്ടം കാക്കയ്ക്ക് നൽകുന്നത് വരെ ആരും ആഹാരം ഒന്നും കഴിക്കാനോ ജലപാനം പോലും ഒഴിവാക്കേണ്ടതാണ്. അതുപോലെ തന്നെ തെക്കോട്ടാണ് പിതൃക്കളുടെ ദിശ. അതിനാൽ ബലിയിടുമ്പോൾ വടക്കോ പടിഞ്ഞാറോ തിരിഞ്ഞു ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ മുമ്പ് വിഭവങ്ങൾ ഉണ്ടാക്കിയ പാത്രങ്ങളിൽ ബലിച്ചോറ് വെക്കാനോ പൂജയ്ക്കോ ഉപയോഗിക്കുകയോ ചെയ്യരുത്. പുതിയ പാത്രങ്ങൾ മാത്രമേ ഉപയോഗിക്കാൻ പാടുകയുള്ളൂ. അതുപോലെ തന്നെ കർക്കിടകവാവ് ദിവസം വീട്ടിൽ വഴക്കോ ദേഷ്യപ്പെടലോ ഉച്ചത്തിലുള്ള സംസാരമോ പാടില്ല. പൂർണ്ണമായി സമാധാന അന്തരീക്ഷമാണ് ഉണ്ടാവേണ്ടത്. പൂർവികർക്ക് ബലിതർപ്പണം ചെയ്യുന്നതോടെ പൂർവികരുടെ അനുഗ്രഹം ലഭിക്കുകയും നിങ്ങൾക്ക് ഉണ്ടാവുന്നു. ഈ വർഷത്തെ കർക്കിടക വാവ് വരുന്നത് ഓഗസ്റ്റ് 12-ാം തീയതിയാണ്. വ്രതമെടുക്കേണ്ട ദിവസം എന്ന് പറയുന്നത് ഓഗസ്റ്റ് 11-ാം തീയതിയാണ്. ഈ വർഷം കർക്കിടക ബാഹുബലി ഇട്ട് എല്ലാവരുടെയും പിതൃക്കൾക്ക് മോക്ഷം കിട്ടി എല്ലാവർക്കും എല്ലാവിധ ഐശ്വര്യവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.